ഹായ് ഒരുവൺ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈ ആപ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഷോപ്പിഫൈ നമ്മളിപ്പോൾ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഫങ്ഷൻസ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ഷോപ്പിഫൈക്കകത്തുള്ള ആപ്സുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ അത് ഒരു റിവ്യൂ ആപ്പ് ആണെങ്കിലും ഒരു വാട്സാപ്പ് ഓട്ടോമേഷൻ ആണെങ്കിലും ഒരു ഇമെയിൽ ഓട്ടോമേഷൻ ആണെങ്കിലും ഇതെല്ലാം നമുക്കൊരു ആപ്സ് ബേസ്ഡ് ആയിട്ടാണ് ഷോപ്പിഫൈക്കകത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഷോപ്പിഫൈയുടെ ആപ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിഫൈക്കകത്ത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ആപ്പ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഫങ്ഷൻസ് ആവശ്യമുണ്ടോ അതെല്ലാം ബേസ്ഡ് ആയിട്ടുള്ള ആപ്സുകൾ ഇന്ന് ഷോപ്പിഫൈക്കകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ആപ്സുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ സ്റ്റോർ വളരെ ഈസി ആയിട്ട് നമുക്കിന്ന് റൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പാർട്ടിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിന് ഏതൊക്കെ ആപ്സുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ഏതൊക്കെ ഫ്രീ ആയിട്ടുള്ള ആപ്സുകൾ യൂസ് ചെയ്യണം, ഏതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള ആപ്സുകൾ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആപ്സിൻ്റെ മാർക്കറ്റ് പ്ലേസിന് പോകാൻ വേണ്ടി നമ്മളിവിടെ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പോയതിന് ശേഷം ഇപ്പോൾ ആപ്സ് ആൻഡ് സെയിൽസ് ചാനൽ സെറ്റിംഗ്സ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പോകുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി നമുക്കിപ്പോൾ ഇതുവരെ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ആപ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ആപ്സും സെയിൽസ് ചാനൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. സെയിൽസ് ചാനൽസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊക്കെ ചാനൽ വഴിയാണ് നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ വിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, പോയിന്റ് ഓഫ് സെയിൽ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ ആയിട്ടൊരു വിങ് ഇല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിലിൻ്റെ ആവശ്യമില്ല, അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ ഷോപ്പിഫൈയുടെ ആപ്പ് സ്റ്റോറിലോട്ട് പോകാൻ വേണ്ടി ക്ലിക്ക് ചെയ്യേണ്ട ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിഫൈക്കകത്തുള്ള ആപ്സ് മാർക്കറ്റ് പ്ലേസ്, ഇപ്പോൾ ഒരു ആമസോണിനകത്ത് പ്രോഡക്ട്സ് കിടക്കും പോലെ അത്രയും ഒരു ആപ്സ് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്. അത്രയും ഒരു വലിയൊരു മാർക്കറ്റ് പ്ലേസ് ആണ് ഇപ്പോൾ ഷോപ്പിഫൈയുടെ ആപ്പ് മാർക്കറ്റ് പ്ലേസ്. നമുക്കിന്ന് ഏകദേശം എല്ലാം നിങ്ങൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവൻ അത് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റോർ ആയാൽ പോലും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഫങ്ഷൻസ് എല്ലാം ഇന്ന് ഷോപ്പിഫൈയുടെ ആപ്പ് മാർക്കറ്റ് പ്ലേസിലുണ്ട്. അപ്പോൾ നമുക്കത് മെയിനായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ അത് ഇന്ത്യയിൽ നിന്നാണ് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ആപ്സുകളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്റ്റോറുകൾ ഇൻസ്റ്റാൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ആപ്പുകളൊക്കെ ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം പോകേണ്ടത് ആക്ച്വലി നമുക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഷോപ്പിഫൈ ഫ്ലോ എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു ഇമെയിൽ ഓട്ടോമേഷൻ ആപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ആപ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ആപ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആപ്സുകളുണ്ട്. ഇപ്പോൾ മെയിൽ സിംബ് ആപ്സ്, ക്ലേവിയോ, ഇതൊക്കെ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. ഇപ്പോൾ നമുക്ക് ഇമെയിൽ മാർക്കറ്റിംഗ് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് വെൽക്കം മെയിൽ, ഒരു കസ്റ്റമർ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ വെൽക്കം മെയിൽ, പിന്നെ കസ്റ്റമേഴ്സിന് വന്നതിന് ശേഷം സീരീസ് ഓഫ് മെയിൽസ് പോവേണ്ട ഒരു ഫ്ലോസുകൾ, പിന്നെ മെയിനായിട്ട് വേറെ ഫ്ലോസ് എന്ന് പറയുന്നത് ഇപ്പോൾ അബണ്ടൻറ്റ് ചെക്കൗട്ട്സ്. മെയിനായിട്ട് ഇപ്പോൾ ഒരു യൂസർ വന്നിട്ട് ചെക്കൗട്ട് വരെ എത്തിയതിനു ശേഷം അവർ ആ ഒരു ക്വിറ്റ് ചെയ്ത് പോകുന്നവരെ നമുക്ക് തിരിച്ച് റീകോൾ ചെയ്യാൻ വേണ്ടിയുള്ള മെസ്സേജസ്. അപ്പോൾ അതൊക്കെ ഇമെയിൽ ഓട്ടോമേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ആപ്സുകളൊക്കെ അത്യാവശ്യം കോസ്റ്റാണ്, നല്ലൊരു കോസ്റ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ വെർഷനാണ് ഷോപ്പിഫൈ ഫ്ലോ എന്ന് പറയുന്നത്. ഷോപ്പിഫൈ തന്നെ ഡെവലപ്പർ ആയിട്ടുള്ള ഷോപ്പിഫൈ തന്നെ ഇറക്കുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അടുത്ത് നമുക്ക് വേണ്ട ഒരു ആപ്പ് എന്ന് പറയുന്നത് റിവ്യൂവിൻ്റെ ആപ്പാണ്. റിവ്യൂവിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ജഡ്ജ്മി എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ജഡ്ജ്മി, ഓക്കെ, ഈ ഒരു ആപ്പ്. ഇതാണ് പ്രോഡക്ട്സിന് നമ്മൾ റിവ്യൂ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ എക്സാക്റ്റ് ആയിട്ടൊരു നമ്മൾ പർട്ടിക്കുലർ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ജഡ്ജ്മിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ഓപ്ഷനുണ്ട്, പെയ്ഡ് ഓപ്ഷനുണ്ട്. ഫ്രീ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് ആദ്യം ഇനിഷ്യലി നിങ്ങൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഓപ്ഷൻ മതിയാവും. വൺസ് നിങ്ങൾക്ക് ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾ സ്റ്റോറൊക്കെ നല്ല കസ്റ്റമേഴ്സൊക്കെ എത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പെയ്ഡ് ലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം പെയ്ഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഈവൻ ഓട്ടോമേഷൻസ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ നമ്മളതിന് പ്രോഡക്റ്റ് വാങ്ങിച്ചു, അത് അവർക്ക് ഡെലിവർ ആയിട്ട് ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമേറ്റായിട്ട് നമുക്ക് ഈ ഒരു റിവ്യൂ അവരെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഫ്രീയിലും ഉണ്ട്. പക്ഷേ പെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻ്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ഒരു ആപ്സുമായിട്ടൊക്കെ ഇൻ്റഗ്രേഷൻ, ഇമെയിൽ ഓട്ടോമേഷനായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പെയ്ഡിൽ നമുക്ക് കിട്ടും. ഈവൻ ഇമെയിൽസിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് വന്ന കസ്റ്റമേഴ്സ് നമ്മൾ അയക്കുകയാണ്.
ഇപ്പോൾ ഒരു കാറ്റഗറി ഓഫ് പ്രോഡക്ട്സ് നമ്മൾ അയക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ റിവ്യൂസും കൂടെ വെച്ചിട്ടുള്ള കസ്റ്റമൈസേഷൻ, അതാണ് ഈ ഫുൾ വിഡ്ജറ്റ് ആൻഡ് ഇമെയിൽ കസ്റ്റമൈസേഷൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ എ ബി ടെസ്റ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാം. പിന്നെ ഗൂഗിൾ ഷോപ്പിങ്ങിനകത്ത് നമ്മളുടെ റിവ്യൂസ് പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എത്തിക്കണമെങ്കിൽ നമുക്ക് പെയ്ഡിലോട്ട് പോകണം. പെയ്ഡ് അധികം കോസ്റ്റ് അല്ല, $15 ആണ്. മീൻസ് അതിൻ്റെ ഒരു ഫങ്ഷൻസ് തരുന്നതനുസരിച്ച് അത് അധികം കോസ്റ്റ് അല്ല. പിന്നെ നമ്മളിപ്പോൾ ഞാനിത് പല സ്റ്റോറുകൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. നല്ലൊരു ആപ്പാണ് ജഡ്ജ് മീ. ഇതിൻ്റെ ഫ്രീ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് മിക്കതും ഫ്രീ ആയിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം വൺസ് നിങ്ങളിത് പെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ മന്ത്ലി ബില്ലിങ്ങിലൂടെ ഈ പെയ്ഡിൻ്റെ കോസ്റ്റും കൂടെ കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്സുകളൊന്നും നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മന്ത്ലി ബില്ലിലൂടെ കയറി വരും, എമൗണ്ട് അത്രയും കോസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഒരു വാട്സാപ്പ് ചാറ്റ് ആപ്പാണ്. വാട്സാപ്പ് നമ്മളുടെ സ്റ്റോറിനകത്ത് വരുമ്പോൾ ഈ വാട്സാപ്പിൻ്റെ ഒരു ചാറ്റ് ബട്ടൺ അവിടെ നമുക്ക് വെക്കാൻ പറ്റണം. ആ ഒരു ആപ്പാണ്. അതൊക്കെ ഇപ്പോൾ ചെറിയ ആപ്സുകളുണ്ട്, മേ ബി ഇപ്പോൾ ഇതുപോലത്തെ ആപ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ വെച്ചാൽ മതി. അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ആപ്സുകളുണ്ട്. റേറ്റിംഗ് ഉള്ള ആപ്പ് നോക്കിയെടുക്കാം. ചാറ്റ് ബട്ടൺ ഇത് ഓക്കെയാണ്. ഓക്കെ, നമുക്കൊരു അനലിറ്റിക്സ് കിട്ടും. ഇപ്പോൾ വാട്സാപ്പ് ചാറ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഷോപ്പിഫൈയുടെ ഇൻബോക്സ് എന്നൊരു ആപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വാട്സാപ്പ് ചാറ്റ് വയ്ക്കണമെങ്കിൽ ഷോപ്പിഫൈ ഇൻബോക്സിൻ്റെ ആവശ്യമില്ല. ഷോപ്പിഫൈയുടെ ഓൺ ആപ്പാണിത്. നമുക്കൊരു യൂസേഴ്സിന് എന്തെങ്കിലും ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇൻബോക്സ് ആയിട്ട് അയക്കാം. അപ്പോൾ ചാറ്റ് ബട്ടൺ വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി അടുത്ത് വരുന്ന ഒരു ആപ്പ് നമുക്ക് ഒരു ബണ്ടിൽ ആപ്പാണ്. മീൻസ് നമുക്ക് പ്രോഡക്ട്സിൻ്റെ നമ്മളെ പ്രോഡക്ട്സിന് മാക്സിമം ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്സാണ് ബണ്ടിൽ ആപ്സുകൾ. ഇപ്പോൾ നമുക്ക് ഈ ബണ്ടിൽ ആപ്സുകൾ ഇപ്പോൾ ഒരുപാട് ആപ്സുകളുണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആപ്സുകൾ എന്ന് പറയും. ഇപ്പോൾ ബണ്ടിൽ ആപ്സും നമുക്ക് അത്യാവശ്യം അത് നമ്മളുടെ പ്രോഡക്റ്റ് ഏതാണോ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ആ രീതിയിൽ നമുക്ക് ബണ്ടിൽ ആപ്സുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വോളിയം ഡിസ്കൗണ്ട്, ഈ ഒരു ആപ്പ് അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. ഇപ്പോൾ ബണ്ടിൽ ആപ്സിൻ്റെ കാര്യം ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് പർട്ടിക്കുലർ ആയിട്ടൊരു പ്രോഡക്റ്റിന് ഇപ്പോൾ നമുക്കൊരു കളക്ഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ് നമുക്ക് യൂസേഴ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലോത്തിങ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടൊരു കളക്ഷനാണ് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്ത് കൊടുക്കുന്നത്. അതിനകത്ത് നിന്ന് അവരുടെ അടുത്ത് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് 1-2 പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓഫർ നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പ്രോഡക്റ്റ് തന്നെ അവർക്ക് മൾട്ടിപ്പിൾ ക്വാണ്ടിറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വയ്ക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വോളിയം ഡിസ്കൗണ്ട്സ് പോലത്തെ ആപ്സുകളിലൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രീ ഉണ്ട്, ബട്ട് ഫ്രീ ലിമിറ്റഡ് ആണ്. മേ ബി നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് വയ്ക്കാൻ പറ്റും. ഇത് ഷോപ്പിഫൈക്കകത്തും ആക്ച്വലി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ആപ്സ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആ UA ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണിച്ച് യൂസേഴ്സിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സ്റ്റോറിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്ലോയുടെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ആക്ച്വലി അത് ഞാൻ പറയാൻ പറ്റുമോ, ഇപ്പം വാട്സാപ്പിൻ്റെ ഒരു ചാനൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വാട്സാപ്പിൻ്റെ ഒരു ഡയറക്റ്റായിട്ടൊരു ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ് വാട്സാപ്പ് ഒരു സെയിൽസ് ചാനൽ ഡയറക്റ്റായിട്ട് വാട്സാപ്പ് തന്നെ ഇപ്പോൾ ഷോപ്പിഫൈയിൽ ആക്കിയിട്ടുണ്ട്. മെറ്റയുടെ രീതിയിൽ വന്ന ഇതാണ്. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഈ ഓൺലൈൻ സ്റ്റോർ പോലെ ഒരു സെയിൽസ് ചാനലായിട്ട് വാട്സാപ്പിനെ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യാം. ബിസിനസ് അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണം. കാരണം ഇത് വാട്സാപ്പിൻ്റെ ഒരു മറ്റേ ഒരു API പോലത്തെ ഒരു മെസ്സേജസ് ആണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡേഴ്സ് കൺഫേംഡ്, ഓർഡർ ഷിപ്ഡ്, ഓർഡർ ഡെലിവേർഡ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജസ്, ഓട്ടോമേറ്റഡ് മെസ്സേജസ് നിങ്ങൾക്ക് ഇതുവഴി തന്നെ അയക്കാം. ആക്ച്വലി അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഈ വാറ്റി പോലെയുള്ള ആപ്സുകൾ എടുക്കണം.
അപ്പോൾ വാറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇമെയിൽ ഓട്ടോമേഷൻ ചെയ്യുന്നത് പോലെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓട്ടോമേഷൻസ് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങളുടെ സ്റ്റോർ ഇപ്പോൾ വാറ്റി ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൻ്റെ ഒരു സെയിൽസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഫ്രീ ആണ്. ഇതിൻ്റെ മെസ്സേജസിന് വേണ്ടി മാത്രമുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമേ അത് എടുക്കത്തുള്ളൂ. ബാക്കി ഉള്ള സബ്സ്ക്രിപ്ഷൻ ചാർജസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ ഓട്ടോമേഷൻ്റെ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ ഇൻസ്റ്റാൾ ചെയ്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അല്ല ഞാൻ പുതിയൊരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വർക്ക് ഫ്ലോ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ഒരു ആപ്പിനകത്ത് ഇപ്പോൾ ബ്രൗസ് ടെംപ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള അതിനകത്തുള്ള ടെംപ്ലേറ്റ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു റിക്കവർ അബണ്ടൻറ്റ് ചെക്കൗട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളുടെ ഒരു ചെക്കൗട്ട് വരെ എത്തിയ ഒരാളിനെ നമുക്ക് ഒരു ഇമെയിൽ ഓട്ടോമേഷൻ വഴി നമുക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റിക്കവർ അബണ്ടൻറ്റ് ചെക്കൗട്ടിൻ്റെ ടെംപ്ലേറ്റ് എടുക്കാം. എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഉണ്ട്, ഇപ്പോൾ ഒരു ദിസ് വർക്ക് ഫ്ലോ സ്റ്റാർട്ട് വെൻ എ കസ്റ്റമർ അബണ്ടൻറ്റ് ചെക്കൗട്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ചെക്കൗട്ട് വരെ എത്തിയിട്ട് അത് അബണ്ടൻ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു ട്രിഗർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കസ്റ്റമർ അബണ്ടൻറ്റ് ചെക്കൗട്ട് ഓൺ ഓൺലൈൻ സ്റ്റോർ. ഓക്കെ, അത് ട്രൂ ആണ്. പിന്നെ പ്രൈസ് ഓഫ് ചെക്കൗട്ട് മോർ ദാൻ, ഇപ്പോൾ ഇത്ര രൂപയുടെ മേളിലുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ട്രിഗർ ആവൂ എന്നുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഡീഫോൾട്ടായിട്ട് അത് 0 കൊടുത്തിട്ടാണ് ഉണ്ട്. ഏതൊരു പ്രോഡക്റ്റും വന്നിട്ട് അവർ ചെക്കൗട്ടിൽ അബണ്ടൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇത് ട്രിഗർ ആവുക. അതിനുശേഷം വെയിറ്റ് ഫോർ അവേഴ്സ്, എത്ര മണിക്കൂർ കഴിഞ്ഞ് അവർക്ക് മെസ്സേജ് പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഫോർ ഒരു മേ ബി ഒരു 1 hour കൊടുക്കാം. ഓക്കെ, അത് ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു ഇത് ഓട്ടോമേഷൻ ഫ്ലോ നമുക്ക് മൂവ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് അത് വയ്ക്കാൻ പറ്റും. പിന്നെ കണ്ടീഷൻസ്, കസ്റ്റമർ ഹാസ് ഇൻ പ്ലേസ് ഇൻ യുവർ റോഡ് അബണ്ടൻറ്റ് ചെക്കൗട്ട് സിൻസ് സ്റ്റാർട്ടിങ് ദിസ് വർക്ക് ഫ്ലോ. ഓക്കെ, നമുക്കിപ്പോൾ ഇതുപോലെ മീൻസ് ഫസ്റ്റ് ടൈം ആയിട്ട് അബണ്ടൻ്റ് ആവുന്നവർക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, ചെക്കൗട്ട് ഓർ അവൈലബിൾ സ്റ്റോക്ക്. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇത് വയ്ക്കാം. 1 or more ചെക്കൗട്ട് ആർ അവൈലബിൾ ആൺ സ്റ്റോക്ക്. ഇപ്പോൾ നമ്മൾ അവർ അബണ്ടൻറ്റ് ചെയ്തു പോയ പ്രോഡക്റ്റ് സ്റ്റോക്കിലുണ്ടെങ്കിൽ മാത്രമേ ഇത് ആ ഒരു ഫ്ലോ ട്രിഗർ ആവും. ആ രീതിയിൽ ചെക്കൗട്ട് വയ്ക്കാം. നമുക്ക് ഇനിയും നമുക്ക് ട്രിഗേഴ്സ് ആഡ് ചെയ്യാം, നമുക്ക് നമ്മളുടെ രീതിയിൽ ആഡ് ചെയ്യാം. ഇത് ടെംപ്ലേറ്റ് ആണ്, എക്സാക്ട്ലി ഇങ്ങനെയുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിനുശേഷം ഇമെയിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇമെയിലിൽ ആക്ച്വലി നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ഇമെയിലിൽ ഇത് ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഞാനിവിടെ ഒരു ഉണ്ടോ ഇമെയിലിൻ്റെ ഈ ഒരു ആപ്പ് അത് ഡീഫോൾട്ടായിട്ട് ഓണായി നിൽപ്പുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ആണ്, എന്നാലേ ആ ഇമെയിൽ പോകത്തുള്ളൂ. ഓക്കെ, സെൻഡ് ഇമെയിൽ മാർക്കറ്റിംഗ്, ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇമെയിലിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി ഇതിനകത്ത് തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഡീഫോൾട്ടായിട്ട് തന്നെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പോയതിന് ശേഷം ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ആപ്പിനകത്ത് പോയതിന് ശേഷം നമുക്ക് ഇതിനെ മീൻസ് ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിയിലും അത് മാറ്റാം. ഇത് ഡീഫോൾട്ടായിട്ട് ഷോപ്പിഫൈയിലുള്ള ഒരു ഇമെയിലിൻ്റെ ഇതാണ്, ചെക്കൗട്ടിൻ്റെ ഇമെയിലാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ നമുക്ക് ടേൺ ഓൺ ചെയ്യാം. ടേൺ ഓൺ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ ടേൺ ഓൺ ആയി. ഇപ്പോൾ ഏതെങ്കിലും യൂസേഴ്സ് ഇപ്പോൾ ഇനി അബണ്ടൻ്റായി പോവുകയാണെങ്കിൽ വിത്തിൻ 1 hour ഈ ഒരു ഇമെയിൽ മെസ്സേജ് അവരുടെ അടുത്ത് പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് പല ഓട്ടോമേഷൻസും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേറൊരു ഓട്ടോമേഷൻ നോക്കുകയാണെങ്കിൽ, ഫ്ലോയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ടെംപ്ലേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അബണ്ടൻറ്റ് കാർട്ടായവർ, നേരത്തെ ചെക്കൗട്ടാണ്, ഇപ്പോൾ കാർട്ടിലെത്തിയവരെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ കാർട്ടിലെത്തിയവർ അവർ ഇമെയിൽ തന്നിട്ടുണ്ട്, നമ്മളുടെ ഈ ഒരു ഷോപ്പിഫൈക്കകത്ത് നമ്മൾ സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർട്ട് വർക്കൗട്ട് ആവും. കാരണം ആ ഇമെയിൽ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഫ്ലോ വർക്കാവൂ. ഇപ്പോൾ കാർട്ടൊക്കെ ഈ സൈൻ ഇൻ കസ്റ്റമേഴ്സ് മാത്രമേ വർക്കാവൂ. ഇപ്പോൾ അബണ്ടൻറ്റ് ചെക്കൗട്ട് പ്രോഡക്റ്റ് ബ്രൗസർ, ഒരു കസ്റ്റമർ നമ്മളൊരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഇറങ്ങിപ്പോയാലും നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് അവർ ഓൾറെഡി നമ്മളുടെ വെബ്സൈറ്റിൽ സൈൻ ആയിരിക്കണം, എന്നാൽ ഇത് രണ്ടും വർക്കാവത്തുള്ളൂ. പിന്നെ അടുത്തത് വെൽക്കം മെയിൽ. ഇപ്പോൾ ഒരു പുതിയൊരു കസ്റ്റമർ, ഒരു സബ്സ്ക്രൈബർ വന്നാൽ, അപ്പം കസ്റ്റമർ ആയില്ലെങ്കിലും ഇപ്പോൾ ആൾ ചെക്കൗട്ട് വരെ എത്തിയിട്ട് അബണ്ടൻ്റ് ആയി പോയാൽ പോലും ആളൊരു സബ്സ്ക്രൈബർ ആവും. നമ്മളുടെ ഇമെയിൽ തന്നിട്ടുണ്ട്, സബ്സ്ക്രൈബിൻ്റെ ആ ഒരു ബട്ടൺ ഇപ്പോൾ കാണിക്കാനാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു സ്റ്റോറിൽ വന്നതിന് ശേഷം ഒരാൾ ഇപ്പോൾ ഈ ഒരു കാർട്ടിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിവിടെ ഈ കാർട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ ഇമെയിൽസ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ സൈറ്റിൽ ഞാൻ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാൻ കാർട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ
ഈ ഒരു ഫ്ലോ വർക്കാവും, അബണ്ടന്റ് കാർട്ട് വർക്കാവും. ഓക്കെ, കാരണം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ലാതെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന രീതിയിൽ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വർക്കാവത്തില്ല. ഇനി ഞാൻ ചെക്കൗട്ടിലോട്ട് പോവുകയാണ്. ചെക്കൗട്ടിൽ പോയതിന് ശേഷം ഞാനിവിടെ ഇമെയിൽ കൊടുത്തതിന് ശേഷം ഈ ഇമെയിൽ ഈ ഒരു ഓപ്ഷനും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാനുള്ള പെർമിഷൻസ് അവിടെ ഓണായി വരികയാണ്. ഓക്കെ, അത് നമുക്ക് ഡീഫോൾട്ടായിട്ട് ചെക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ അകത്തുണ്ട്. ബട്ട് യൂസേഴ്സിന് അത് ചോയ്സ് കൊടുക്കണം. യൂസേഴ്സിൻ്റെ ചോയ്സാണ് അത് നമുക്ക് ടിക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഓട്ടോമേഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ വെൽക്കം ന്യൂ സബ്സ്ക്രൈബേഴ്സിന് വേണമെങ്കിൽ നമുക്കൊരു ഓട്ടോമേഷൻ വെക്കാം. ഇങ്ങനെ ഇപ്പോൾ ആൾ വാങ്ങിച്ചില്ലെങ്കിലും ചെക്കൗട്ട് ആയാൽ പോലും ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളൊരു സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അവർക്കൊരു ഇമെയിൽ ഓട്ടോമേഷൻസ് വെക്കാൻ പറ്റും. പിന്നെ ഒരു കസ്റ്റമർ വൺസ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത കസ്റ്റമറിന് നമുക്ക് താങ്ക് യു പറയാനുള്ള ഒരു ഓട്ടോമേഷൻ വെക്കാം. പിന്നെ ഒരു സബ്സ്ക്രൈബറിന് ഡിസ്കൗണ്ട് സീരീസ് വെച്ചുള്ള ഇത് വയ്ക്കാം. പിന്നെ കസ്റ്റമറിൻ്റെ ബർത്ത്ഡേ, അങ്ങനെ ഈ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻസ് നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. ഇത് ഷോപ്പിഫൈ തരുന്ന ഫ്രീ ഓഫ് കോസ്റ്റാണ് ഇത് ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ നമുക്കൊരു അബണ്ടന്റ് ചെക്കൗട്ട്സ് പോലും ഒരു അബണ്ടന്റ് ചെക്കൗട്ട് അല്ലാതെ മേ ബി 1, 2, 3 അബണ്ടന്റ് ചെക്കൗട്ട്സ് നമുക്ക് മേ ബി 1 hour കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 5 hours കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ അങ്ങനെ വേണമെങ്കിൽ മൂന്ന് നമുക്ക് റിമൈൻഡേഴ്സ് അബണ്ടന്റ് ചെക്കൗട്ട്സിന് കൊടുക്കാൻ പറ്റും. ഇത് വളരെ നല്ലൊരു ആപ്പാണ്. നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഫ്ലോ വരുന്ന രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആപ്സ്, ഒരു നല്ല രീതിയിലുള്ള ഒരു ഓട്ടോമേഷൻസ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് നിങ്ങളൊരു സ്റ്റോർ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഇമെയിൽ ഓട്ടോമേഷൻസ് ചൂസ് ചെയ്യുക. കാരണം അത് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഇമെയിൽ ഓട്ടോമേഷൻസ്. അത് വർക്കൗട്ട് ചെയ്യുക. വൺസ് നമ്മൾക്ക് സെയിൽസ് ഒക്കെ എത്തിയതിന് ശേഷം നിങ്ങൾ മെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഹോയുടെ ഉണ്ട്, സോഹോയുടെ മെയിലിൻ്റെ ഇത് ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഈ രീതിയിൽ യൂസ് ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് ജഡ്ജ്മി ആണ്. ഇപ്പോൾ ജഡ്ജ്മിയുടെ കേസ് വരുമ്പോൾ ജഡ്ജ്മി ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാം. ആക്ച്വലി ജഡ്ജ്മിയുടെ ആപ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് വേറെ ഒരു പാർട്ടാക്കാം, കാരണം ഇത് അത്യാവശ്യം ലോങ് ഉണ്ട് ഇത്. ഓക്കെ, ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആക്ച്വലി ഈ ഒരു ആപ്പിനെ നമുക്ക് ജഡ്ജ്മി ഒക്കെ നമ്മുടെ തീമിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തീമിനകത്ത് പോയിട്ട് ഇത് എംബഡ് ചെയ്യണം. എംബഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഓട്ടോമേഷൻ ഫ്ലോ നമ്മൾ തീമുമായിട്ട് ബന്ധമില്ല, നമ്മൾ ബാക്ക് എൻഡുമായിട്ടാണ് ബന്ധമുള്ളത്. പക്ഷേ ഈ ആപ്സ് ഒക്കെ നമ്മൾ തീമുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഓൺബോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. ഇനി അടുത്ത് ആപ്പ് എംബഡ് ചെയ്യണം. ഇപ്പോൾ എനേബിൾ ആപ്പ് എംബഡ് പോവുക. അപ്പോൾ നമ്മൾ ആ തീമിനകത്ത് പോയതിന് ശേഷം തീമിൻ്റെ കസ്റ്റമൈസേഷൻ്റെ പാർട്ട് അവിടെ ആപ്പ് എംബഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മളത് ഓണാക്കണം. ജഡ്ജ്മിയുടെ ഇത് ഓണാക്കണം, സേവ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ റിവ്യൂ വിഡ്ജറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അവിടെ അത് പോകുന്നത് നമ്മുടെ ആപ്സ് അല്ല, നമ്മുടെ സ്റ്റോറിനകത്തുള്ള പ്രോഡക്റ്റ് പേജിൻ്റെ കസ്റ്റമൈസേഷനാണ് പോകുന്നത്. പ്രോഡക്റ്റ് പേജിനകത്ത് പോയതിന് ശേഷം ഈ ആപ്സ് നമ്മളിവിടുത്തെ ഈ റിവ്യൂവിൻ്റെ ആപ്പ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. റിവ്യൂ വിഡ്ജറ്റ് യൂഷ്വലി നമ്മുടെ റിവ്യൂ വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂസേഴ്സ് ഇപ്പോൾ റിലേറ്റഡ് പ്രോഡക്ട്സ് ഇവിടെ നമുക്ക് കൊടുക്കാം. യൂസേഴ്സിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ, അത് കാണിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം റിവ്യൂ കാണിക്കുന്ന രീതിയിൽ ഇവിടെ വയ്ക്കാം. അതിന് സേവ് കൊടുക്കാം. അടുത്ത് വേണ്ടത് നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റാർ റേറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഒരു സ്റ്റാർ റേറ്റിംഗ് വെക്കാനുള്ള വിഡ്ജറ്റിൻ്റെ അത് കൊടുക്കുക. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾ കയറി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമുക്കത് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഇവിടെ വയ്ക്കണം. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഏകദേശം യൂഷ്വലി നമ്മൾ വയ്ക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു പാർട്ടിലാണ്, നമ്മൾ പ്രൈസിങ് കഴിഞ്ഞിട്ടുള്ള പാർട്ടിലാണ്. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ പ്രോഡക്റ്റ് ഇൻഫർമേഷൻസിൻ്റെ അകത്ത് സ്റ്റാർ റേറ്റിംഗ് വന്നിട്ട് നമ്മൾ ഈ പ്രൈസ് കഴിഞ്ഞതിന് ശേഷം വയ്ക്കാം. ഓക്കെ, സേവ് ചെയ്യാം.
നമ്മുടെ തീം കളർ അനുസരിച്ചുള്ള ഒരു സ്റ്റാർ റേറ്റിംഗ് കളർ കൊടുക്കാം. മേ ബി നമ്മുടെ തീം കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് സ്റ്റാർ കൊടുക്കാം, അല്ലെങ്കിൽ ഏതാണെന്നുള്ള രീതിയിൽ കൊടുക്കാം. ബ്ലാക്ക് സ്റ്റാർ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അവർ ചോദിക്കുന്ന ഈ ഓട്ടോമാറ്റിക് റിവ്യൂ റിക്വസ്റ്റിൻ്റെ ഓപ്ഷൻ ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഡർ ഫുൾഫിൽ ആയതിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ പോകണം ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് റിവ്യൂ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് ഇല്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് ഒന്നുകിൽ അത് വെച്ചേക്കാം, അല്ലെങ്കിൽ അത് ഇത് ചെയ്യാം. ഇൻ്റർനാഷണൽ ഓർഡേഴ്സ് നമുക്കില്ലല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ടൈം കൊടുക്കുക. മേ ബി ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു 20 days കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ മേ ബി ഒരു 7 days ഒക്കെ എടുക്കും കസ്റ്റമറിൻ്റെ അടുത്ത സാധനം എത്താൻ വേണ്ടി. അപ്പോൾ അത് ഏകദേശം നമുക്കൊരു 15 to 20 days കൂടെ കൊടുത്താൽ മതി. ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജഷ്മിയുടെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ജഷ്മിക്കകത്ത് നമുക്ക് ഈ റിവ്യൂസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇനിഷ്യൽ സെയിൽസ് ഒക്കെ നമുക്ക് റിവ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ നമ്മൾ തന്നെ ആദ്യം കുറച്ച് റിവ്യൂസ് അതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, മീൻസ് അത് കുറച്ച് കൺവേർഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ വെക്കുന്നത്. അതൊന്ന് എത്തിക്കലാണോ എന്ന് ചോദിച്ചാൽ എത്തിക്കലല്ല, ഒരു കൈൻഡ് ഓഫ് ഫേക്ക് റിവ്യൂസ് ആണ് അതിനകത്ത് വെക്കുന്നത്. ബട്ട് നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നുള്ള നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ വെച്ചാലും വലിയ പ്രശ്നമില്ല. മേ ബി ഇനിഷ്യൽ കുറച്ച് സെയിൽസിന് വേണ്ടിയാണ് നമ്മളത് വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സോ കൊളീഗോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിട്ട് ആ പ്രോഡക്റ്റ് നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിപ്പിച്ച് അവരെ കൊണ്ടൊരു റിവ്യൂ ചെയ്യിപ്പിക്കുക. അതാണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചിലപ്പോൾ ചെയ്തു വരാൻ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് പ്രോഡക്ട്സിന് റിവ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യാം, കാരണം അത് ഈ ഒരു വീഡിയോ ഇത്രയും ലോങ് ആവും. ഓക്കെ, അപ്പോൾ ജഷ്മി നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവേണ്ട അടുത്ത ആപ്പ് ഏതാണ്? വോളിയം ഡിസ്കൗണ്ടിൻ്റെ ആപ്പാണ്. അപ്പോൾ വോളിയം ഡിസ്കൗണ്ടിൻ്റെ ആപ്പ് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വോളിയം ഡിസ്കൗണ്ടിൻ്റെ ഒരു ഡെമോ സ്റ്റോറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ പല തരത്തിലുള്ള വോളിയം ഡിസ്കൗണ്ട്സ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ അകത്ത് തന്നെ buy 2 at 10% ഓഫ്, buy 4 at 15% ഓഫ്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒരു ടേബിൾ പോലെ നമുക്ക് വയ്ക്കാം. അപ്പോൾ അല്ലെങ്കിൽ വോളിയം ഡിസ്കൗണ്ട് ക്വാണ്ടിറ്റി സെലക്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡെമോ ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ടീഷർട്ട് വിൽക്കുകയാണ്. ആ ടീഷർട്ടിൻ്റെ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ ഇത്ര രൂപ, രണ്ടെണ്ണം വാങ്ങിച്ചാൽ ഇത്ര രൂപ, 4 വാങ്ങിച്ചാൽ ഇത്ര രൂപ എന്നുള്ള രീതിയിലൊരു ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്, ഇതിനാണ് വോളിയം ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് എക്സാക്ട്ലി മിക്സ് ആൻഡ് മാച്ച് ബണ്ടിൽ പ്രൈസ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ബൈ ബോക്സ് ഓഫ് 4 എത്ര രൂപ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ബോക്സ് ഓഫ് 4 നമുക്കിങ്ങനെ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബോക്സ് ഓഫ് 8 എത്ര രൂപ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ ഇങ്ങനെ പല കൈൻഡ് ഓഫ് ഡിസ്കൗണ്ട്സുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് ആപ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനിയും ഇതിൽ തന്നെ ഇനിയും ഡിസ്കൗണ്ട്സുകൾ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഷിപ്പിംഗ് ഒക്കെ ഫ്രീ കൊടുക്കാം, അല്ലെങ്കിൽ ഡൈനാമിക് ബണ്ടിലായിട്ട് വെക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ബൈ 2 get 2 ഫ്രീ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പല ആപ്സുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ വോളിയം ഡിസ്കൗണ്ട് പറയുന്നില്ല, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഡിസ്കൗണ്ട്സ് ആപ്പ് തന്നെ ഒരുപാട് ആപ്സുകൾ ഇപ്പോൾ ഷോപ്പിഫൈയിലുണ്ട്. ഇപ്പോൾ ഈ അൺലിമിറ്റഡ് ബണ്ടിൽ ആൻഡ് ഡിസ്കൗണ്ട് പഴയ ഒരു ആപ്പാണ്. നമ്മൾ മേ ബി നിങ്ങൾ എൻ്റെ ഈ ഇതിലൊക്കെ ഈ ചലഞ്ചസിലൊക്കെ കാണുമ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ പണ്ടതൊക്കെ വെക്കുന്ന ഒരു ആപ്പാണ്. പക്ഷേ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോഴും വർക്കിംഗ് ആവുന്ന ഒരു ആപ്പ് തന്നെയാണ്. ഇവിടെ തന്നെ വേറെയും കുറേ പുതിയ ആപ്പുകളുണ്ട്. കാച്ചിങ് എന്നൊരു ആപ്പുണ്ട്. കാച്ചിങ് കുറച്ചുകൂടെയൊക്കെ ഒരു അട്രാക്റ്റീവ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു നല്ല UA ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് കാച്ചിങ് ഒക്കെ ആപ്പ് നമുക്ക് ബെറ്ററാണ്. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു UA ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു അപ്പീലിംഗ് ആണ്. അതിൻ്റെ ഉണ്ടോ യൂസർ ഇൻ്റർഫേസ് കുറച്ചുകൂടെ അപ്പീലിംഗ് ആണ്. പക്ഷേ ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ ഇവരും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആപ്പും കൊടുക്കുന്നുണ്ട്.
ഈ അൺലിമിറ്റഡ് ഡിസ്കൗണ്ട് ആൻഡ് ബണ്ടിൽസ് എന്ന് പറയുന്നത് ഇവരുടെ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സാക്ട്ലി ഇവരുടെ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നമുക്കൊരു ബണ്ടിലാക്കാം. പ്രോഡക്ട്സിനെ നമുക്കൊരു ഇതേപോലെ ബണ്ടിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബൈ ടുഗദർ എന്നൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ആമസോണിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രോഡക്ട്സ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ബണ്ടിലായിട്ട് ഇത്ര ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ടീഷർട്ട് വാങ്ങുമ്പോൾ അതേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്പ് കൂടെ വയ്ക്കുമ്പോൾ ഇത്ര ഡിസ്കൗണ്ട് വരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വയ്ക്കാൻ വേണ്ടി ബണ്ടിൽ ആപ്പ് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അത് നമ്മളുടെ പ്രോഡക്റ്റ് പോലെ ഇരിക്കും ആപ്സ് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത ഒരു സൈറ്റിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഈ ഒരു ടീസാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? ഇതിനകത്ത് മാക്സിമം ആളുകൾ നമ്മുടെ ടീസ് വാങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ മാക്സിമം ഓർഡേഴ്സ് ടീസ് എടുക്കുക എന്നുള്ളത്. ഒരു ടീസിന് വരെ 2-3 ടീസ് അവർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ ക്ലോത്ത് പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റുള്ള ആപ്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബൈ 2 ടീസ് ആയിട്ട് ഇത്ര പ്രൈസ്, അല്ലെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ട്, ബൈ 3 ആയിട്ട് ഇത്ര % ഡിസ്കൗണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഈ വോളിയം ഡിസ്കൗണ്ട്സ് ആപ്സ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു ആപ്സ് ഒക്കെ അത്യാവശ്യം കോസ്റ്റാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓർഡേഴ്സ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇതിനകത്ത് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു കാച്ചിങ് ആപ്പ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബണ്ടിൽ ആപ്പ് ആണെങ്കിലും, പിന്നെ ഈ ഒരു ഡിസ്കൗണ്ട് ആപ്സ് ഇതെല്ലാം ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു പർട്ടിക്കുലറായിട്ട് നമ്മളിപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു $14-15 എങ്കിലും മന്ത്ലി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ വളരെ ടൈറ്റാണ്, നിങ്ങൾക്ക് അധികം എമൗണ്ട് ഈ ആപ്സിനൊന്നും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അധികം ആപ്സുകളൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പെയ്ഡ് അത്യാവശ്യമുള്ള ആപ്സുകൾ മാത്രം എടുത്താൽ മതി. കാരണം പെയ്ഡ് ആപ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഷോപ്പിഫൈയുടെ ബില്ലിലൂടെ ആ ഒരു പേയ്മെൻറ്റും കൂടെ കയറി വരും. ഇപ്പോൾ ഷോപ്പിഫൈ അറിയാമല്ലോ, ഒരു 3 മാസം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫ്രീ പോലെ ഷോപ്പിഫൈ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു ആപ്സും കൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ആപ്സിൻ്റെ കോസ്റ്റ് വരും. ഷോപ്പിഫൈയുടെ കോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് 3 മാസം $20 വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച്. പക്ഷേ ഈ ആപ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആപ്സിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ വരും. അതൊരിക്കലും ഒരു 3 മാസം ഫ്രീ തരത്തില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ ടൈറ്റ് ബഡ്ജറ്റിലാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ അധികം ആപ്സുകളൊന്നും എടുക്കണം. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പെയ്ഡ് ആപ്സുകൾ മാത്രം എടുത്താൽ മതി. കൂടുതലും ഫ്രീ ആപ്സുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബണ്ടിൽ ആപ്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യലി ആ ഫണ്ട് ഇല്ലെങ്കിൽ ആക്ച്വലി ഈ ഒരു ആപ്സ് ഒക്കെ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് ഷോപ്പിഫൈക്കകത്ത് തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഷോപ്പിഫൈക്കകത്ത് വന്നതിന് ശേഷം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ സെഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്കൗണ്ട് ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ ആപ്സുകളും ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഇതിനകത്തുള്ള ഡിസ്കൗണ്ട്സുകളെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കോൾ ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു എല്ലാ ആപ്സുകളും വർക്ക് ചെയ്യുന്നത്. അതിനെ അവർ ഫ്രണ്ട് എൻഡിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്, ഇപ്പോൾ ഈ കാച്ചിങ് ഒക്കെ കണ്ടില്ലേ, ഇതുപോലത്തെ UA ഒക്കെ വെച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്കൗണ്ടിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് തരാം. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെയുള്ള നമ്മളുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മുടെ ഈ ഷെനികയിലുള്ള പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ എനിക്ക് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിന്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോർ നമുക്ക് വേണ്ടത് ഒരു യൂസർ വന്നതിന് ശേഷം ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് പകരം മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ ബണ്ടിൽ ആപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ട്രെൻഡിങ് ടീസ് എന്ന് പറഞ്ഞൊരു ഒരു കളക്ഷനിൽ എനിക്ക് ഒരു യൂസർ വരുമ്പോൾ മേ ബി അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപ, മേ ബി ഈ കളക്ഷനകത്തുള്ള ഏതെങ്കിലും 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു മെത്തേഡ് എനിക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം വരേണ്ടത് ഇവിടെ ഈ ഡിസ്കൗണ്ട് സെഷനിലോട്ടാണ് ഷോപ്പിഫൈയിലുള്ള. ഇതിനകത്ത് വന്നതിന് ശേഷം ക്രിയേറ്റ് ഡിസ്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഇതിനകത്ത് വേറെയും നമുക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ബണ്ടിൽ ആപ്സിലോ കണ്ടതുപോലത്തെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പല ഓഫേഴ്സ് നമുക്കിവിടെ ഡിസ്കൗണ്ട്സ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷനുള്ള ഒരു ഡിസ്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. എമൗണ്ട് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് വന്നതിന് ശേഷം മെത്തേഡ് വന്നതിന് ശേഷം ഞാൻ ഓട്ടോമാറ്റിക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അതിനകത്ത് ഞാനിപ്പോൾ പറയാണ് ബൈ നമ്മൾ ഓഫറിൻ്റെ ടൈറ്റിൽ ബൈ 2 at 20% ഓഫ്. ഏതെങ്കിലും 2 പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 20% ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വെക്കുകയാണ്. ഞാനിവിടെ ഡിസ്കൗണ്ട് വാല്യൂ 20% കൊടുക്കുകയാണ്. സ്പെസിഫിക് കളക്ഷൻ ഞാൻ കൊടുക്കുകയാണ്. കളക്ഷന് ഞാൻ
എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ ട്രെൻഡിങ് ടീസ് ആഡ് കൊടുക്കുകയാണ്. എലിജിബിലിറ്റി ഓൾ കസ്റ്റമേഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നോ മിനിമം റിക്വയർമെൻറ്റ്സ് കൊടുക്കുകയാണ്. മിനിമം പർച്ചേസിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. ഞാൻ കോമ്പിനേഷൻ ബാക്കി ഏതൊക്കെ ഓഫേഴ്സ് ഉണ്ടെങ്കിലും ഈ ഓഫർ അപ്ലൈ ചെയ്യാനുള്ള ഒരു കോമ്പിനേഷൻസും കാര്യങ്ങളും കൊടുക്കുകയാണ്. ആക്റ്റീവ് ഡേറ്റ്സ് ഇന്ന് തൊട്ട് അത് ആക്റ്റീവ് ആവുന്നുള്ള രീതിയിൽ അത് കൊടുക്കുകയാണ്. ഞാൻ സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓഫർ അവിടെ ക്രിയേറ്റ് ആയി. ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രെൻഡിങ് ടീസിൽ നിന്ന് ഞാനിപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20% ഓഫ് ഓട്ടോമാറ്റായിട്ട് ഡിസ്കൗണ്ട് അവിടെ അപ്ലൈ ആവും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു, ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു. ഞാൻ ഇത് രണ്ടും കാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാർട്ട് ചെയ്യണം. കാർട്ടിലോട്ട് പോകുമ്പോൾ കണ്ടോ ഓട്ടോമാറ്റായിട്ട് ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഇവിടെ ആക്റ്റീവ് ആയി. ആക്ച്വലി ഇത് തന്നെയാണ് ഒരു ബണ്ടിൽ ആപ്പും ചെയ്യുന്നത് അവിടെ. അപ്പോൾ അത് നമുക്ക് അവിടെ ഞാൻ പറഞ്ഞതുപോലെ അവർ കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള രീതിയിലുള്ള UIയും കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുന്നതുകൊണ്ടാണ് ഒരു കോസ്റ്റ് വരുന്നത്. മേ ബി അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ ഈ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫങ്ഷനിങ് അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ അത് വർക്ക് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബണ്ടിൽ ആപ്സിൻ്റെ ഞാൻ ഏത് ആപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങളുടെ ബണ്ടിൽ ആപ്സ് യൂസ് ചെയ്യാം. പർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രോഡക്റ്റ് മാത്രമാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള ഈ അൺലിമിറ്റഡ് ബണ്ടിൽ ഡിസ്കൗണ്ട്സിൻ്റെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒരു കളക്ഷനിൽ എടുക്കണമെങ്കിൽ അതും ഈ ഒരു ആപ്സ് ഒക്കെ യൂസ് ചെയ്യാം. DLCയുടെ ആപ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഇനി ബണ്ടിൽ ആപ്സിൻ്റെ ഒരു എമൗണ്ട് ഇല്ല എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇനിഷ്യലി നിങ്ങൾ പോകുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഡിസ്കൗണ്ട്സ് വെച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത്. നിങ്ങൾക്ക് വൺസ് റവന്യൂ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ ആപ്സ് ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. എൻ്റെ ഒരു സജഷനാണത്. മേ ബി ഞാൻ പറഞ്ഞ പോലെ ടൈറ്റ് ബഡ്ജറ്റിൽ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഷോപ്പിഫൈ എക്സ്പ്ലോർ ചെയ്യുക. ഷോപ്പിഫൈക്കകത്തുനിന്ന് അതിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് അതിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ആപ്സ് ഒന്നും വെറുതെ ആവശ്യമില്ലാതെ കുറേ ആപ്സുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടല്ലേ. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവർ ഒന്നും അറിഞ്ഞുകൂടെങ്കിലും കുറേ ആപ്സുകൾ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തിടും. അപ്പോൾ കൂടുതൽ ആപ്സ് ഇടുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് നല്ലൊരു ബില്ല് കയറി വരും. മന്ത്ലി നല്ലൊരു ബില്ല് കയറി വരും. നമ്മളിപ്പോൾ 7 ഡേയ്സോ 14 ഡേയ്സോ ട്രയൽ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ നമ്മളത് ഓഫ് ചെയ്യാൻ മറന്നു പോകും. ഓഫ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു ടൈം എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ബില്ല് അങ്ങ് ജനറേറ്റ് ആവും. പിന്നെ ബില്ല് ജനറേറ്റ് ചെയ്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്നുകിൽ പേയ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ അങ്ങ് ക്ലോസ് ആയി പോകും. സ്റ്റോറിനകത്ത് ആ ബില്ല് പോയില്ലെങ്കിൽ പിന്നെ ആ ബില്ല് നമ്മൾ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ സ്റ്റോർ നമുക്ക് അവർ ക്ലോസ് ചെയ്യും. നമുക്ക് പിന്നെ സ്റ്റോർ യൂസ് ചെയ്യാൻ പറ്റില്ല. അത്രയും എമൗണ്ട് അടച്ചേ നമുക്ക് ആ സ്റ്റോർ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ആപ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്സുകൾ ഇൻസ്റ്റാൾ ചെയ്യല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ആപ്സുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിഫൈക്കകത്ത് തന്നെ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം രീതിയിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബണ്ടിൽ ആപ്സുകളൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നില്ല. മേ ബി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. അത് ഇൻസ്റ്റാൾ ചെയ്ത് വെറുതെ നമ്മൾ ഇപ്പോൾ ഒരുപാട് ടൈം ലോങ് ആയി പോകുന്നത്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ആപ്പ് എന്ന് പറയുന്നത് ഈ വാട്സാപ്പിൻ്റെ ഇത് വാട്സാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞാണ്. വാട്സാപ്പിൻ്റെ സെയിൽസ് ചാനലാണ്. ഇത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇപ്പം ചെയ്യുന്നില്ല. നമുക്കത് പിന്നീട് ഏതെങ്കിലും വീഡിയോസിൽ അത് പറയാം. പിന്നെ ഉള്ളത് വാട്സാപ്പിൻ്റെ ചാറ്റിൻ്റെ ഒരു ആപ്പാണ്. അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്സാപ്പ് ചാറ്റ് ഇത് ജസ്റ്റ് വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സ്റ്റോറിനകത്തൊരു ചാറ്റ് വെക്കാനുള്ള ഒരു സംഭവമാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ സ്റ്റോറിൻ്റെ സൈഡിൽ ഒരു ചാറ്റ് ഓപ്ഷൻ വെക്കുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നമ്മൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളെ വാട്സാപ്പ് ചാനലിലോട്ട് അത് പോകും, വാട്സാപ്പിലോട്ട് വരും. അപ്പോൾ യൂസേഴ്സിന് ഒരു ചാറ്റ് ബട്ടൺ പോലെ അവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ വാറ്റി പോലെയുള്ള ആപ്സുകൾ അല്ലെങ്കിൽ ഇൻട്രാക്ട് പോലെയുള്ള ആപ്സുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഓൾറെഡി അതിനകത്തും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇംഗ്ലീഷ് അല്ലോ. നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ചാറ്റ് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാം. പ്രീഫിൽഡ് മെസ്സേജസോ കാര്യങ്ങളൊക്കെ വയ്ക്കാം. അത് നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് നമ്മളിപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുത്താൽ അത് നമ്മുടെ ഇതിനകത്ത് വരും. ഇപ്പോൾ ഇത് കാണിക്കണമെങ്കിൽ നമ്മളെ ഷോപ്പിനകത്ത് ആ ചാറ്റ് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു എനേബിൾ ചെയ്യുക. ആ ഷോപ്പിനകത്ത് വന്നിട്ടുണ്ടാവും ചാറ്റ്. അപ്പോൾ ഈ ഒരു ആപ്പും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം. നിങ്ങളുടെ സ്റ്റോറിനകത്ത് ഈ ഒരു ആപ്പ് വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മളൊരു ചാറ്റ് ബട്ടൺ പോലെ ഇത് ആക്റ്റീവായിട്ട് നിൽക്കും അതിനകത്ത്. അപ്പോൾ അത് ആപ്പ് എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു വരും. എനിക്ക് തോന്നുന്നു ആപ്പ് എംബഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നത്. നമ്മൾ ആപ്പ് എംബഡ് ചെയ്യണം.
ഓൺലൈൻ സ്റ്റോറിനകത്ത് പോയതിന് ശേഷം കസ്റ്റമൈസിനകത്ത് പോയിട്ട് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ എംബഡായി നിൽക്കും. ഓക്കെ, സ്റ്റോറിനകത്ത് ഈ ഒരു ഓപ്ഷൻ വരും. ഈ രീതിയിൽ നമുക്ക് വാട്സപ്പ് ചാറ്റും ബട്ടൺസും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള നമ്മൾ സ്റ്റോറൊക്കെ തുടങ്ങുമ്പോൾ ഉള്ള ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മേ ബി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റിക്വയർമെൻറ്റ് മെയിനായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോറിന് മെയിനായിട്ടുള്ള റിക്വയർമെൻറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ മിനിമലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ തീമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആപ്പ് റിക്വയർമെൻ്റ് ഉള്ളപ്പോൾ മാത്രം പുതിയ പുതിയ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതിനോടൊപ്പം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുക. പ്രൈസ് നിങ്ങൾ അധികമുള്ള പ്രൈസസ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ബട്ടൺ ആക്കല്ലേ, കാരണം അത് ബില്ലിലൂടെ കയറി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉള്ളത് ഈ ജഡ്ജ്മി ആപ്സ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ജഡ്ജ്മി ഞാൻ ഫ്രീ ആപ്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഐ തിങ്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ആപ്പ് പോലും ഞാൻ പെയ്ഡ് ആയിട്ടുള്ള എടുത്തിട്ടില്ല. ഇതെല്ലാം വെച്ചതെല്ലാം ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് വെച്ച് നമുക്ക് നിങ്ങളുടെ സ്റ്റോർ ഒന്ന് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ജഡ്ജ്മിയുടെ ഞാൻ എടുത്ത ആ ഒരു ആപ്പിനകത്ത് നമുക്ക് എങ്ങനെ റിവ്യൂസ് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ള കാര്യം നോക്കണം. കാരണം അതും കൂടെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മളുടെ സ്റ്റോർ ഏകദേശം നമുക്ക് കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റും. നമ്മൾ പ്രോഡക്റ്റ് പേജിൻ്റെ ഒപ്റ്റിമൈസേഷന് റിവ്യൂസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സെയിൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് റിവ്യൂസ് ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് അടുത്ത പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.